ഹായ് 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 വെൽക്കം ബാക്ക് ടു ജെയം ജേണി. എന്താണ് ഇത്ര ആവേശം ചോദിക്കാൻ വേറെ ഒന്നുമല്ല. ലോക എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ റിയാക്ട് ചെയ്ത് ചാനൽ ഇട്ടിട്ടുണ്ട്. ഗംഭീര ട്രെയിലർ ആയിരുന്നു, ഒരു രക്ഷയില്ല. ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കുഴപ്പമില്ലാതെ വ്യൂ ഒക്കെ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് കമന്റിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്, മദ്രാസി എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്, എന്താണ് ബ്രോ റിയാക്ട് ചെയ്യാത്തത്? അത് വന്നെന്താ കണ്ടിട്ടില്ലേ? ഡോണ്ട് യു സീ? അങ്ങനെ കുറെ കമന്റുകളൊക്കെ വന്നിട്ടുണ്ട്. 2 മിനിറ്റ് 17 സെക്കൻഡിന്റെ ഒരു ട്രെയിലറാണ് വന്നിട്ടുള്ളത്. മദ്ദരാസി ഒഫീഷ്യൽ ട്രെയിലർ. ശിവകാർത്തികേയൻ, രുക്മിണി, വിദ്യുത് ജമാൽ, വിദ്യുത്തിനെ കൊടുത്തിട്ടുള്ള ഇവിടെ AR മുരുകദാസ്. അയ്യോ, മനുഷ്യൻ വേറെ ലെവൽ സാധനമാണ്. അനിരുദ്ധ്. അപ്പോ ജംഗ്ലി മ്യൂസിക് തമിഴ് പ്രസന്റ് ദ ഒഫീഷ്യൽ ട്രെയിലർ ഓഫ് മദ്രാസി റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ AR മുരുകദാസ്, സ്റ്റാറിംഗ് ശിവകാർത്തികേയൻ ആൻഡ് രുക്മിണി വസന്ത്. മ്യൂസിക് കമ്പോസ്ഡ് ബൈ അനിരുദ്ധ് രവിചന്ദർ. മദ്രാസി ഗ്രാൻഡ് റിലീസ് വേൾഡ് വൈഡ് ഓൺ September 5th. കൊണ കഴിഞ്ഞെങ്കിൽ റിയാക്ഷൻ ഉണ്ട് ഇന്നലെ നിങ്ങൾ പറയുന്നത് ഇടാം. റെഡി. உன்னை போல் பிறரை நேசி, எல்லாரையும் உன் குடும்பமா நினை. തമിഴ് തന്നെയാണ്. இதுதான் எல்லா ரிலிஜனும் எல்லா கடவுளும் சொல்றாங்க. தமிழ்நாட்டுக்கு 6 கார்கோ ட்ரக்ஸ் ஃபுல்லா லோக்கல் மீடி லீகல் கன்ஸ் வந்துட்டு இருக்கு. ஸ்டேட் பார்டர்ல தடுக்கணும். அவன் உடம்புக்கு ஒண்ணும் இல்லம்மா, மூளைதான். அவன் ஒண்ணு நினைச்சிட்டான்னா அதை முடிக்கிறதுக்கு எந்த எக்ஸ்ட்ரீமுக்கு வேணாலும் போவான். Getting into Tamil Nadu is not easy, Chirag. சொன்ன மாதிரி அந்த மாலத்திய துண்டு துண்டா வெட்டி செதைச்சிருவேன். മോനെ முடிஞ்சா தொடுறா. துப்பாக்கி அவன் கையில இருந்தாலும் வில்லன் நான் தான்டா. ஊரு சார், நானும் கூட நிப்பேன். പൊന്നി അറിയില്ലേ ആ സാധനം. ഞാന് ലോകയുടെ ട്രെയിലർ എടുക്കുന്ന സമയത്ത് അത് നമ്മള് ലോക ട്രെയിലർ അടിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ കുറെ വന്ന് കിടക്കുന്നുണ്ട്. അതിൽ ഞാൻ ആ ട്രെയിലർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ ആളുകൾ റിയാക്ഷൻ ചെയ്ത് ചാനലിൽ ഇങ്ങനെ ഇടുന്നുണ്ട്. അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഷസാം, എന്റർടൈൻമെന്റ് കിഴി, ഇവരുടെയൊക്കെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരുന്നുണ്ട് ഈ മദ്രാസി ടൈം. അപ്പൊ ഞാൻ ആ ലോക വട്ട വെയിറ്റിംഗ്. ലോക അത്രയും എനിക്ക് നല്ല ഭയങ്കര എക്സ്പെക്ടേഷൻ ആണ് എനിക്ക് ലോക എന്ന് പറഞ്ഞ സിനിമയിൽ. എന്തുകൊണ്ടോ അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഉള്ളത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഞാൻ അത് മാത്രം ഫോക്കസ്ഡ് ആയി നിന്നത്. അത് നിൽക്കുന്ന സമയത്ത് ഇക്കുന്ന സാധനമൊക്കെ വരുമ്പോൾ ഞാൻ നോക്കിയിട്ടില്ല. പ്ലസ് വെറുതെ ഒന്നിങ്ങനെ ഈ ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് വെറുതെ ഒന്നിങ്ങനെ നോക്കിയ സമയത്ത് താഴെ മദ്രാസ് ട്രെയിനിൽ കിടപ്പുണ്ട്. ഞാൻ ജസ്റ്റ് എടുത്തു നോക്കി, തുടക്കം ഇങ്ങനെ കണ്ടു. സെയിം സാധനങ്ങൾ ഓക്കെ അവിടെ വെച്ചു, ഇത് കണ്ടു. പിന്നെ ഞാൻ തൊട്ട് നോക്കിയിട്ടില്ല. പിന്നെ ഇതിട്ട് കഴിഞ്ഞിട്ട് പിന്നെ കമന്റ് വരുന്നത് നോക്കി. അറിയാലോ, കമന്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. കമന്റുകൾ നോക്കും, ഒരേ ഇടുമ്പോൾ തിരിച്ച് കമന്റുകൾ കണ്ടോ ഇതെങ്ങനെ നോക്കിയോളൂ, ലൈക്ക് ഇടുക, ലവ് ഇടുക. അപ്പൊ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ പരിപാടിയൊക്കെ. അപ്പോ മറക്കണ്ട, കമന്റ് ഇട്ടോളൂ, ഞാൻ വായിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പോഴാണ് പിന്നെ ഈ സാധനം കാണുന്നത്. ആൻഡ് തുടക്കം പോലെ അല്ലാട്ടാ, അത് കഴിഞ്ഞിട്ടൊരു വരവ്. എന്താണ് എഡിറ്റ്? AR മുരുകദാസ് ഷോ നമുക്ക് തിയേറ്ററിൽ കാണാം. പ്ലസ് ശിവകാർത്തികേയന്റെ ഒരു നെക്സ്റ്റ് ലെവൽ പെർഫോമൻസ് മേ ബി ഇതിൽ കാണാം. ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു വെച്ചാൽ, വിജയ് സിനിമയിൽ നിന്ന് പോകുന്നു, ഗോട്ടിൽ ആ തോക്ക് കൈമാറുന്നു. അതിനൊക്കെ ശേഷം എനിക്ക് തോന്നിയിട്ടുണ്ട് എവിടെയോ ഒരു വിജയ് ഫാൻസിന്റെ ഡീപ്
ആയിട്ടുള്ള ഭയങ്കര ഹാർഡ് കോർ ഫാൻസ് ആയിട്ടുള്ള തലപതി ഫാൻസിന്റെ ഒരു ഇഷ്ടം ഒരു ഒരു പരിധി വരെ ശിവകാർത്തികേയന് വന്നിട്ടില്ലേ എന്നുള്ളത്. കാരണം ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരാളായിട്ട് ഇങ്ങനെ കത്തിക്കേറി പോകാനുള്ളത്. അതിനുശേഷം അമരൻ വന്നു, നല്ല ഹിറ്റായിരുന്നു. പ്ലസ് ഇത് വരുമ്പോ ഇവിടെ തൊട്ര എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ എന്താ പറയില്ലേ, തൊട്ര എന്നല്ല പറയണത്, തൊട്ര പാപ്പൊന്നുമില്ല തൊട്ര. പിന്നെ ഇതിലേതൊരു ഡയലോഗ് ആകുമ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞത് അതേയായ എങ്കിലും വേണമെന്നുള്ളത്, അതാണ് നമുക്ക് വേണ്ടത്. കാരണം അങ്ങനത്തെ ചില ഡയലോഗ്സ് ഉണ്ട്. പ്ലസ് ഏത് എക്സ്ട്രീമിക്ക് വരെയും പോകാം. കാരണം മൈൻഡ് ഇങ്ങനെ കട്ടായതിനു ശേഷം, ഒരു ആക്സിഡന്റിന് ശേഷമാണോ എങ്ങനെ അറിയില്ല. കാരണം തുടക്കത്തിൽ തന്നെ ചെവിയിൽ നിന്ന് ബ്ലഡ് പോയിന് കാണിക്കുന്നുണ്ട്. സോ ഐ തിങ്ക് ഒരു ആക്സിഡന്റിന് ശേഷമായിരിക്കും അത്. പിന്നെ എൻ്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ നിൽക്കും എന്ന് പറയുന്ന ഡയലോഗ്സ്, ഭയങ്കരമായിട്ടുള്ള കുറെ സംഭവങ്ങൾ ഇതിൽ കാണാൻ സാധ്യതയുണ്ട്. നായികയൊക്കെ വെറുതെ ഒരു കളർഫുൾ ആയിട്ടുള്ള പരിപാടി തന്നെ ആയിരിക്കാം. പ്ലസ് ഒരു സൂപ്പർ നാച്ചുറൽ കഴിവ് കിട്ടുന്ന പോലെ എന്തോ ഇങ്ങനെ ചെവിയിൽ കേൾക്കുന്ന പോലത്തെ ഒരു പടം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പടമായിരുന്നു. ഒരു പ്രതീക്ഷയില്ലാതെ ജസ്റ്റ് ട്രെയിലറോ ടീസറോ പോലും കാണാതെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടൊരു സിനിമയാണത്. എനിക്കത് കിട്ടിയിട്ടൊരു അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആക്ഷൻ സീക്വൻസും പുള്ളിനെ വരക്കുന്ന, എനിക്ക് എൻ്റെ പേര് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല, അറിയുന്നവരുണ്ട് ഒന്ന് കമന്റ് രേഖപ്പെടുത്തണം. എനിക്ക് ലാസ്റ്റ് കണ്ടിട്ട് അമരനേക്കാൾ എത്രയോ ഉപരി ഇഷ്ടപ്പെട്ടുള്ള പടം. അമരൻ എനിക്കൊരു നോർമൽ പടമായിട്ടാണ് ഫീൽ ചെയ്തത്. നല്ല അഭിനയം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ പട്ടാളപ്പടങ്ങൾ കുറെ കണ്ടുകൊണ്ടും ഇത്തരത്തിലുള്ള സാധനങ്ങൾ കുറെ കണ്ടുകൊണ്ടും പിന്നെ ആ സ്റ്റോറി കുറേയൊക്കെ നമുക്ക് അറിയുന്നതുകൊണ്ടൊക്കെ നോർമൽ കുഴപ്പമില്ലാത്തൊരു പടം, ഓക്കെ ഗുഡ് എന്ന് പറയുന്ന ഒരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ബട്ട് ആ പടം എനിക്ക് അങ്ങനെയില്ല. അത് ഭയങ്കരമായിട്ട് എനിക്കൊരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ പടമാണ്. അതിനുശേഷം ഇതിൽ കാണുമ്പോൾ കുറേ ചിലങ്ങൾ അതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ കണ്ട പോലെ നല്ല പറയണത് സീക്വൻസ് ഉണ്ടല്ലോ, അതായത് അതിൽ പുള്ളി അടിക്കണം നമുക്ക് അടി എന്ന് തോന്നണം, അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അത് പ്രതികരിക്കണം തോന്നുന്നിടത്ത് പ്രതികരിക്കുക, പറയണം തോന്നുന്നിടത്ത് പറയുക, അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇതിൽ കിട്ടും തോന്നുന്നുണ്ട്. ഓഫ്കോഴ്സ് എ ആർ മുരുകദോസ് പുള്ളിക്കാരൻ നല്ല കപ്പാസിറ്റി ഉള്ള ഒരു ഡയറക്ടറാണ്. സോ ഇതൊരു ബ്ലാസ്റ്റ് ആയിരിക്കും തോന്നുന്നു, ഈ സിനിമയിൽ തുടക്കത്തിൽ ബ്ലാസ്റ്റ് ചെയ്ത പോലെ. പ്ലസ് ബിജു മേനോനുണ്ട്, വിദ്യുത് ജമാലുണ്ട്. ബിജു മേനോൻ ഓഫ് കോഴ്സ് തമിഴിൽ അങ്ങനെ അധികം പടങ്ങളൊന്നും വരാറില്ല. പണ്ടൊക്കെ വില്ലനായിട്ട് കുറെ പടങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും പിന്നെ കുറെ ഗ്യാപ്പിന് ശേഷം വരുന്നതാണ് എൻ്റെ വിശ്വാസം. സോ പുള്ളിയുടെ വോയിസ് കേട്ടപ്പോൾ നമുക്ക് ഇത് ഇവിടെ രണ്ടാമത്തെ വോയിസ് ഞാൻ പിടിച്ചു പുള്ളിയാണെന്നുള്ളത്. സോ പുള്ളിന്റെ നല്ലൊരു സ്ഥാനം കാണാൻ പറ്റുമായിരിക്കും. പ്ലസ് എനിക്ക് തോന്നുന്നു പുള്ളി ഒരു വില്ലനാണോ എന്നൊരു തോന്നൽ. വിദ്യുത് ജമാൽ ഉണ്ടല്ലോ, തുപ്പാക്കി യാർ കയ്യിലും എന്തായാലും നാന്താടാവില്ല എന്ന് പറയുന്ന ആ സാധനം ഇങ്ങനെ കേട്ടോ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വിദ്യുത് ജമാലിന്റെ ലുക്കും ഭയങ്കര ഇഷ്ടം. ആ താടിയൊക്കെ വെച്ചാൽ അങ്ങനെ അധികം പടത്തിൽ അങ്ങനെ വരാറില്ല. ഫുൾ ക്ലീൻ ഷേവിങ് ചെയ്ത് ഭയങ്കര മസിലൊക്കെ ആയിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ ഇതിൽ ഒരു ഭംഗിയുണ്ട് കാണാൻ. ഇതൊന്ന് നമ്മുടെ തുപ്പാക്കിക്ക് ശേഷം നല്ല ഒരു തമിഴിൽ വരുന്ന ഒരു കിടലൻ ക്യാരക്ടർ തന്നെ ആയിരിക്കും. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്, നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് എന്താണുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. എനിക്ക് രണ്ടും ഇഷ്ടമായിട്ടോ. ഞാൻ ലോക തട്ട് താണ് തന്നെ ഇരിക്കുന്നു പറയണമെന്ന് വിചാരിച്ചു തുടക്കം ഇങ്ങനെ കണ്ടപ്പോൾ. എൻ്റെ ഉള്ളിൽ ലോക തട്ട് താണെന്നെ എനിക്ക് അതങ്ങനെ അറിയാനായിട്ടുള്ളിൽ വന്നിരുന്നു. ബട്ട് രണ്ട് എക്സ്ട്രീമിലുള്ള പടമാണ്. മറ്റൊരു സൂപ്പർ നാച്ചുറൽ പക്ക ഒരു എപ്പിക് മൂഡ് വരുന്ന ഒരു സാധനമാണ്. ഇവിടെ ഒരു ആക്ഷൻ ഒരു സാധനം കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്റർവെല്ലിന് ശേഷമൊക്കെ വൻ പൊളി വിളിക്കാൻ പോണ പടമാണെന്നൊരു തോന്നൽ ഉള്ളിലുണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലോകയുടെ ട്രെയിലറാണോ മദ്രാസിലെ ട്രെയിലറാണോ എന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വീഡിയോ. കാണുന്നവരെ